ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ഓണം വ്ലോഗാണ്. ആക്ച്വലി ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ മിനിഞ്ഞാന്നത്തതിൻ്റെ ക്ഷീണം, അതായത് ഓണത്തിൻ്റെ അന്നത്തെ ക്ഷീണം ഇന്നലെ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ഇത്രയും ലോങ് ആയിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ ചില സമയത്തേ പറ്റുന്നുള്ളൂ. സൗണ്ടിൻ്റെയും ബ്രീത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഓണത്തിന് രാവിലെ എണീറ്റു, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉമ്മറത്ത് വന്നപ്പോഴത്തേക്കും ഇത് തലേന്ന്, അതായത് ഓണത്തിൻ്റെ തലേന്ന് വൈകിട്ട് വെച്ചതാട്ടോ തൃക്കാരപ്പൻ. അപ്പോൾ ഞാനത് വൈകിട്ട് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഓണത്തിന് രാവിലെ എണീറ്റ് ഉമ്മറത്ത് വന്നപ്പോൾ തൃക്കാരം. പക്ഷേ അമ്മ രാവിലെയാണ് തോന്നുന്നു അതിൻ്റെ ചുറ്റൂറുള്ള മഞ്ഞ എക്സ്ട്രാ ഒരു വലിയതില്ലേ അതൊക്കെ ചെയ്തത്. തലേന്ന് തറയും അതുപോലെ തന്നെ മേലെ കുത്തിവെച്ച പൂക്കൾ മാത്രമാണ് അത്. പിന്നെ കാറിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളെ കാണും, കാറിൽ കിടന്നുറങ്ങുന്നതന്നെ കേട്ടോ. വൈകി വന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കാറിലാണ് കിടന്നുറങ്ങിയത്. പിന്നെ ഇത് അമ്മ പൂവിട്ടതിൽ കുറച്ച് ബാക്കി വെച്ചതാണ് എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പെൺകുട്ടികളില്ലാത്ത കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. മുല്ലപ്പൂവ് ഇതൊക്കെ കൊണ്ടുവന്ന് തരലും എടുത്തു വയ്ക്കലൊക്കെ ഉണ്ടാവും. പിന്നെ അത് കണ്ടത് വിശാഖിൻ്റെ അമ്മയുടെ അച്ഛനെ കേട്ടോ. പിന്നെ ഞങ്ങൾ തലേന്ന് ഞാനും അമ്മമ്മയും തൃക്കാരപ്പൻ വെച്ചിട്ട് അമ്മയ്ക്ക് ക്ഷീണമുള്ളത് കൊണ്ട് അമ്മ പോയി കിടന്നു. ഞാനും അമ്മയുടെ ഷൈൻ്റെ അമ്മമ്മയും കൂടിയിട്ട് പിറ്റേന്നൊക്കെയുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ എന്ന് പറഞ്ഞതുപോലെ എല്ലാ കറികളിലേക്കുള്ള സാധനങ്ങളും ഞങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവിയൽ, അതുപോലെ തന്നെ കാളൻ എലിശ്ശേരി, സാമ്പാർ, ഉപ്പേരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഓലനൊക്കെ ഉള്ളത്. അപ്പോൾ അതാണ് ഇതിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് അടുക്കളയിൽ. ഇനി ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മ കുളിച്ച് എത്തിയിട്ടില്ല. ഇനി അമ്മ വന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഞാൻ ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പം ഓണമല്ലേ, കുറേ എനിക്ക് 10-25 ആൾക്കാർ ഭക്ഷണം കഴിക്കാറുണ്ട്. എങ്ങാനും പോയി കൈയിട്ടിട്ട് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയതാട്ടോ ഇത്. ആക്ച്വലി പോകുന്നില്ല എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ അമ്മ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് പോന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ തൊഴാനൊന്നും കാര്യമായിട്ട് തന്നില്ല. അവിടെ വരെ പോയി ഫ്രണ്ടിലും പോന്നു. അപ്പം ഞാൻ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും മിന്നും പൊന്നും എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഓണത്തിൻ്റെ ഫസ്റ്റ് ഗസ്റ്റ് അവരാട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം ഇടപെടാൻ പോയില്ല. അടുക്കളയിൽ അടുപ്പ് കത്തുന്നുണ്ട്, അപ്പോൾ എനിക്ക് പുക പറ്റില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സെക്ഷനിലേക്ക് മാറിയിട്ടോ. വിശാഖിൻ്റെ മഞ്ഞ കുപ്പായ ഞാൻ കുറേ പറഞ്ഞു എടുക്കണ്ടെന്ന്, പക്ഷേ ഇട്ടിട്ട് നല്ല സുന്ദരനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഞാൻ നല്ല ഇടണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇതിൽ പെട്ടെന്ന് ചളിയാക്കിയിട്ട് വരും, അച്ചാറും അല്ലെങ്കിൽ എവിടെയെങ്കിലും കറിയാക്കിയിട്ട് വരും. കാരണം പുള്ളി എന്നും ഷർട്ടും ഉണ്ടായതുകൊണ്ടേ. പിന്നെ ചിലപ്പോഴാണ് ഇതിങ്ങനെ സ്ഥിരമായിട്ടിടുള്ളൂ. അതായത് സൊസൈറ്റിയിൽ ബാങ്കിൽ പോകുമ്പോൾ ഇതിങ്ങനെ ഈ യെല്ലോ കളർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇടണമെന്നില്ല. 800 രൂപ കൊടുത്ത് മേടിച്ചിട്ട് പിന്നെ ഇട്ടില്ലെങ്കിൽ നഷ്ടമില്ലെന്ന് കരുതിയിട്ട് ഞാൻ മേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ. പിന്നെ ഈ ചുരിദാറ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ അച്ഛൻ എനിക്ക് ഓണത്തിന് എടുത്തതാണ്. പിന്നെ ഇത് ഗസ്റ്റോളാണ്. എല്ലാവരും തൃക്കാരപ്പൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കുക. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫ്രണ്ടാണ് ആബിദാക്കയുടെ വൈഫ്, പിള്ളേർ, ആബിദാക്കയുടെ വൈഫിൻ്റെ അനിയത്തി എല്ലാവരും ഉണ്ട്. പിന്നെ സനതുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സാണ് നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് നെസ്ല, അതായത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. നെസ്ലയും ഞങ്ങളുടെ ഫ്രണ്ടാണ്. അമ്മയും മുത്തശ്ശനും അതുപോലെ തന്നെ അമ്മമ്മയും എല്ലാവരും ഉണ്ട്. അച്ഛനതേ എന്തോ TV കണ്ടുകൊണ്ടിരിക്കണത്. ലാസ്റ്റ് ഫൈനൽ വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. വിഷ്ണു എന്ന് പറയുന്നത് വിശാഖിൻ്റെ രണ്ടാമത്തെ. വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഞാൻ അനിയനാന്ന് പറയണം കേട്ടോ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നതാന്ന് വ്ളോഗിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. പിന്നെ വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞു, വേണ്ട വീഡിയോ എടുക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അവരിങ്ങനെ തമാശയ്ക്ക് പറയുന്നതാണ്. കണ്ടോ, അച്ഛൻ ഏതോ ഒരു സിനിമയാണോ കാർട്ടൂണാണോ എന്ന് എനിക്കറിയില്ല, അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മിന്നും പൊന്നും ഫുൾ ടൈം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ. പോയതിന് ശേഷം 2-3 ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റ് കൊണ്ട് ചുറ്റി വിശാഖ് എനിക്ക് പിന്നെ കുത്തിത്തരികയാണ്. കാരണം ഇത് ഉടുത്ത് ചിലപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ അച്ചാറോ അല്ലെങ്കിൽ സാമ്പാറോ എന്തെങ്കിലുമൊക്കെ ആവും. മിന്നും പൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ആയിരുന്നു അവർ രണ്ടുപേരും. പിന്നെ അവർക്ക് ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെയാണ് ഈ കാണുന്നത്, മുല്ലപ്പൂ വെച്ച് കൊടുത്തതിൻ്റെ. പിന്നെ ഫോട്ടോസും വീഡിയോസും തന്നെ ഇരുന്ന് പണി ഫുൾ ടൈം. അത് വെച്ചാൽ ഉച്ചത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മേലേക്ക് കയറിയപ്പോൾ തൊട്ട് തന്നെയാണ് പണി. ഞങ്ങളെ ട്രോളിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അവർ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക. മുല്ലപ്പൂ എങ്ങനെ ഞാൻ മുല്ലപ്പൂ കുത്തി കൊടുത്തിട്ട് സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ കുത്തി കൊടുത്തു.
പിന്നെ ലാസ്റ്റ് ഇത് അവൾ വീണ്ടും ഊരി മുല്ലപ്പൂ വീണ്ടും വയ്ക്കാനുള്ള പ്രയത്നത്തിലാണ്. പിന്നെ ഞങ്ങൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ റെഡി കണ്ടോ. ഇതാണ് ആ ഡ്രസ്സിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ചുരിദാർ ഇടാറേ ഇല്ല, ഞാൻ കോട്ടൻ്റെ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് എനിക്കെന്തോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പഴയതിനേക്കാൾ നമ്മൾ മെലിഞ്ഞത് കൊണ്ട് കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ടോ എനിക്ക് കാണാതെ. മുല്ലപ്പൂ വെച്ചിട്ട് രാധേ രാധേ എല്ലാവരും സോറി രാധികേ രാധിക എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ കേട്ടോ രാവിലത്തേതിനേക്കാളൊക്കെ അലങ്കോലമായിട്ടുണ്ട് തൃക്കാരപ്പന വെച്ചത്. പിന്നെ അവൾ അലൈതിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്, അലൈതിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടി, ഒരു വീട് കോട്ടക്കലാണ്, അപ്പോൾ ഞങ്ങൾ ബസ് കയറ്റി കൊടുക്കാൻ വേണ്ടി വയലത്തൂർ പോയി ബസ് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോഴത്തേനും ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി രണ്ടുപേരും കൂടിയിട്ട് ആക്ഷനൊക്കെ ഇപ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ലോ മോഷനിൽ. അങ്ങനെ ഞങ്ങൾ കാറെടുത്ത് ഇറങ്ങി രണ്ടുപേരും കൂടി കണ്ടോ വീണ്ടും പോസിങ് തുടങ്ങി. എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് എന്നെയും ഷാഗിനെയും ട്രോളുന്നുണ്ട്, ഞങ്ങൾ അവരെയും ട്രോളുന്നുണ്ട്. അങ്ങനെ എന്തായാലും വന്നില്ലെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഒരു കേക്ക് കഴിക്കാം എന്ന് വിചാരിച്ച് വയലത്തൂരുള്ള ഒക്കാശി കയറി കേട്ടോ. ഒക്കാശി കയറിയപ്പോൾ അതെ എന്തോ പാൻറ്റിൻ്റെ ബട്ടൺസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പാൻറ്റിൻ്റെ ബട്ടൺസ് ഇടാനുള്ള കാട്ടിക്കൂട്ടിലാണ് ഈ കാണുന്നതൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങളത് ഒക്കാശി കയറിയിട്ട് എന്താ ഓർഡർ ചെയ്തത്, ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. പിന്നെ എൻ്റെ ഫേവറേറ്റാണ് എപ്പോഴും ലോട്ടസ് ബിസ്കോഫ്. ഞാനൊരു കേക്ക്, എനിക്ക് പൊതുവെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആളാട്ടോ. കേക്ക് ഉണ്ടാക്കും, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ലോട്ടസ് ബിസ്കോഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കഴിച്ചിട്ടില്ല. വിശാഖ് എൻ്റെ കൂടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ലോട്ടസ് ബിസ്കോഫ് കഴിച്ചിട്ടുണ്ടാവുക. അപ്പം ഞാൻ ലോട്ടസ് ബിസ്കോഫ് ഓർഡർ ചെയ്തു. അവർ കഴിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ എന്നിട്ട് ഞങ്ങൾ അത് കഴിക്കുന്ന രംഗാട്ടോയി കാണുന്നത് എത്ര പെട്ടെന്നെന്ന് അറിയാം. മറ്റത് ഞാനൊരു ലോട്ടസ് ബിസ്കോഫ് മേടിച്ച് ആസ്വദിച്ച് മെൽറ്റ് ചെയ്ത് കഴിക്കുന്ന ആളാണ്. ഇത് കൊണ്ടുവച്ചതും കഴിഞ്ഞതും അറിഞ്ഞില്ല. പിന്നെ ആർക്കും വാഞ്ചോ ഒന്നും വേണ്ട, എല്ലാവർക്കും ലോട്ടസ് ബിസ്കോഫ് മതി. ചറവടയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബിസ്കോഫ് കഴിഞ്ഞു. എന്നിട്ട് ഒരെണ്ണം കൂടി ഞങ്ങൾ എക്സ്ട്രാ മേടിച്ചു. ഒരെണ്ണം കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കൂടി വേണം നമുക്ക്. അത് കഴിച്ച് ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് എത്തുന്നതിനേക്കാൾ മുന്നേ സാധനം കഴിഞ്ഞു ആയതുകൊണ്ട് ഞങ്ങളൊരു ബിസ്കോഫും കൂടി മേടിച്ചു. പിന്നെ വാഞ്ചോ ഉണ്ടായിരുന്നു. വാഞ്ചോയും നല്ല ഫ്രഷ് ആയിരുന്നു, കാരണം നല്ല ജ്യൂസി അല്ല നല്ല ടെക്സ്ചറായിരുന്നു. കാരണം ഷുഗർ സിറപ്പൊന്നും കട്ടിയാവാതെ നല്ല നല്ല ലെയേഴ്സായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. രണ്ടാമത്തെ ബിസ്കോഫ് കഴിക്കുന്ന സീനാട്ടോ. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കേക്ക് കഴിക്കുകയാണ്. അവർ എന്താ വെച്ചാൽ അവർക്ക് 10-16 വയസ്സേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനാണല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സമയം പോകും. കാരണം അവർ ഇങ്ങനെ ടോക്കറ്റീവ് ആയതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ്. പത്രം വായിക്കലും ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെ അവർ വളരെ അപ്ഡേറ്റഡ് ആണ്. പൊളിറ്റിക്കലി വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്ന എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ ഒരു ചിലപ്പോൾ എടുക്കുന്ന മെഡിസിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് നേരമൊക്കെ എനിക്കിങ്ങനെ ഒരേ ഒരു മൂഡിൽ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ മൂഡിനെ. അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല, ഞാൻ വളരെ കൂളാണ്. എന്തോ അവരുടെ ഒരു പോസിറ്റീവ് എനർജി നമുക്കും കൂടി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പോയി ബില്ലൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും വീണ്ടും ആശാനും പിള്ളേരും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് എത്ര സംസാരിച്ചാലും തീരില്ല. നമ്മൾ രാവിലെ പുലർച്ചെ വരെ സംസാരിച്ചാലും ഓക്കെയാണ് അവർക്ക്. അങ്ങനെ ഞങ്ങളിത് അവരെ ഇറക്കാൻ വേണ്ടിയിട്ട് വയലത്തൂർ വന്നു. അവരെ ഇറക്കി കൊടുത്ത് നല്ല ബ്ലോക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അത് കഴിഞ്ഞ് നേരം വൈകിട്ട് എൻ്റെ വീട്ടിൽ വിരുന്നുണ്ട്. അതായത് എൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം ഞാൻ വിശാഖും സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകുമല്ലോ. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എല്ലാവരും പിക്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. സൂര്യനെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ. നെക്സ്റ്റ് ക്ലിപ്പിൽ കാണാം, കുറച്ച് നേരം സൂര്യനെ കാണും. അതിങ്ങനെ ഇറങ്ങി കടലിലേക്ക് പോകുന്ന പോലെ നമുക്ക് ഫീലിയല്ല കറക്റ്റ് അതുപോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് രാത്രിത്തെ ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. കണ്ടോ അവരെല്ലാവരും വേണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ
വിശാലിൻ്റെ വീട്ടിൽ തന്നെ വീണ്ടും എത്തിക്കാൻ. പക്ഷേ എൻ്റെ കസിനും ഹസ്ബൻഡും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലെത്തി. പിള്ളേർ സെറ്റ് എല്ലാവരും അതേ ഇരിക്കുന്ന, അവർ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ ഇതേ ഭക്ഷണം കഴിക്കുന്നു. അമ്മൻ്റെ സ്നോബി ചേച്ചി ഉണ്ട്, അതാണ് ഞാൻ കസിൻ എന്ന് പറഞ്ഞത്. അമ്മമ്മേൻ്റെ മുത്തശ്ശൻ്റെ അച്ഛനുണ്ട്. ഞാൻ വിശാഖൊന്നും ഇരുന്നിട്ടില്ല, എൻ്റെ അമ്മയും അപ്പുവാണ് നിൽക്കുന്നത്. പിന്നെ ഉമ്മറത്ത് നോർമലി ഉണ്ടാവുന്ന സംസാരങ്ങളുണ്ടല്ലോ, അതുപോലെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാട്ടോ അപ്പൂൻ്റെ പൂക്കളാണ് പാവം. മറ്റത് ഞാൻ അവനും കൂടിയിട്ടാണ് ഇടാറ്, അല്ലെങ്കിൽ ഞാൻ തനിച്ചിടാറില്ല, ഞാൻ ഒപ്പം കൂടിയിട്ട് തന്നെയാണ് ഇടാറ്. അതെ, അതൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അച്ഛൻ എന്തോ കാര്യപ്പെട്ട തിരക്കിലാണ് ഫോണിൽ. പിന്നെ പിള്ളേരായിട്ട് ഞാൻ അങ്ങനെ ജസ്റ്റ്, കാരണം എൻ്റെ വീട്ടിലേക്ക് ഇവരൊക്കെ ഇങ്ങനെ മറ്റേതിങ്ങനെ ഓരോ ചടങ്ങായിട്ട് വരുന്നതല്ലേ, അല്ലാത്ത പക്ഷം ഇങ്ങനെ എല്ലാവരും കൂടി വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി നെയ്ച്ചോറ്, കോഴിക്കറി, ചിക്കൻ വറുത്തത്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളന്ന് അവിടെ നിൽക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ വിശാഖന് എന്തോ മറ്റൊരു തിരക്കുണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് വളരെ കുറച്ച് ഷോട്ട് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ, കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതൊരു ഹാപ്പിയിൽ. അപ്പം അവരൊക്കെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഞങ്ങൾ ബാക്കിലാട്ടോ പോയത്. ഫുഡ് ഉണ്ടായിരുന്നു, കുറച്ചധികം ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും അച്ഛനോട് അമ്മോട് യാത്ര പറയുന്ന സീനാട്ടോ. അതേ ഫസ്റ്റ് ടീം അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങും. ഇപ്പം ഞാൻ ഫുഡ് പാക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങളും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയതേ. ടാറ്റൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മോടും ടാറ്റൊക്കെ പറഞ്ഞു. കാരണം അവിടെ നിൽക്കേണ്ടതായിരുന്നു ഓണത്തിൻ്റെ അന്ന്, പക്ഷെ നിൽക്കാൻ പറ്റിയില്ല. പിന്നീട് ദിവസം പോയിട്ട് നിൽക്കും, കാരണം കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെ 10-18 ദിവസമായി, പക്ഷേ ഇതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ വിശാഖം കൂടി ഒരു ദിവസം പോയിട്ട് നിൽക്കണം. ഞങ്ങളവിടുന്ന് പെട്ടെന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഓണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഓണമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലും പോകാൻ പറ്റി, വിശാലിൻ്റെ വീട്ടിലും നല്ല അടിപൊളിയായിരുന്നു. 10-25 ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു ഓണമായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നബിദിനത്തിൻ്റെ തോരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണാം. എപ്പോഴെങ്കിലും നബിദിനത്തിന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.